നമസ്കാരം. ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനോസ് വിഷനിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി. പഴയ ഫോൺ LG, പിന്നെ പുതിയ ഫോണാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ S24 Ultra. പിന്നെ കുറച്ച് ഇടക്കേടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സ്ഥായിയായ മടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് വളരെയധികം ഡിലേ വന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, എന്താണ് വീഡിയോ ഇടാത്തത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഞാൻ ഈ സെപ്റ്റംബറിൽ ഒരു വീഡിയോ, സെപ്റ്റംബറിലല്ല ഈ ഓഗസ്റ്റിൽ തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതും പിന്നെ തള്ളിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ സെപ്റ്റംബർ 4 ഞാനിപ്പോൾ ഒരു വീഡിയോ ആദ്യമായിട്ട് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടാണ്. ആ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇന്നിപ്പോൾ കേരളം കത്തിക്കാളുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം. ഞാനതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ആക്ടറായിട്ട് നിന്നിട്ട്, മെയിനായിട്ട് ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയതില്ല. കാരണം സിനിമയിൽ ഞാൻ ഒരു 20 പടത്തിൽ താഴെ ഞാൻ ചെയ്തിട്ടുള്ളൂ, കൊച്ചു കൊച്ചു വേഷങ്ങൾ. പിന്നെ ഡബ്ബിങ് കുറച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ എൻ്റെ ഒരു അന്നം എന്ന് പറയുന്നത് സീരിയലാണ്. ആ സീരിയലിലാണ് വർഷങ്ങളായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും നിലനിന്ന് പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു ഉപജീവനമായിട്ട് പോകുന്നതും അതാണ് എൻ്റേത്, എൻ്റെ ഭാര്യയുടേത്. അപ്പോൾ അതിൽ സിനിമാ രംഗത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ശനിദശ പിടിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ കൈയടിച്ച് സ്വാഗതം ചെയ്യാണ്. ഈ ഒരു ഇത് തീർച്ചയായിട്ടും അനിവാര്യമായ കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ ഏത് തൊഴിലിടങ്ങളിലായാലും, സിനിമയായിക്കോട്ടെ എവിടെയായിക്കോട്ടെ, സ്ത്രീകൾക്ക് പരിഗണന, മുൻഗണന, അല്ലെങ്കിൽ അവർക്ക് ഒരു യാതൊരു രീതിയിലും അവർക്ക് ഒരു ടെൻഷനില്ലാതെ അവരുടെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം എന്നുള്ളത് വളരെ അനിവാര്യമായ അത്യാവശ്യമായ കാര്യമാണ്. അപ്പം അത് ഈ മലയാള സിനിമയിലൊരു വലിയ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരിക്കലും ഈ പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു യുവനടിയുടെ ഒരു ഭീകരമായ ഒരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിനെ തുടർന്നാണ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി സംഭവമൊക്കെ രൂപീകൃതമായതും. ഇപ്പോൾ അതിൻ്റെ ഒരു കോളിളക്കം, സത്യത്തിൽ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വിഷയങ്ങളല്ല, അതിന് ശേഷം പുറത്തുനിന്ന് വന്ന വിഷയങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ വലിയ ഒരു വിവാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ചില അഭിപ്രായങ്ങളും ആശങ്കകളുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്നിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ വന്ന് സംഭവിച്ചപ്പോൾ നമ്മളിങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെപ്പോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമേ ഈ തുടങ്ങുന്നതിന് മുമ്പേ ഞാനിതിങ്ങനെ പറഞ്ഞ് മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ടില്ല, അത് ഒരു അന്വേഷണത്തിന് വേണ്ടി ഇങ്ങനെ വെച്ച ആ കമ്മിറ്റിയല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറണം. അത് നമ്മുടെ സർക്കാർ മുൻകൈയെടുത്ത്, അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി മുൻകൈയെടുത്ത് അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലുള്ള, എല്ലാ ഭാഷകളിലുള്ള സിനിമകളിലും, കഴിയുമെങ്കിൽ എല്ലാ മേഖലയിലും, അതായത് ഒരു സ്ത്രീക്ക്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്കാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടോർച്ചറിങ്, അല്ലെങ്കിൽ ഒരു മെൻ്റലി ഫിസിക്കലി ടോർച്ചറിങ് ഒരു പുരുഷനിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കത് പറയാൻ, ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു വേദി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാക്കി ഇതിനൊരു 365 ദിവസവും പ്രവർത്തിക്കുന്ന, അതായത് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളോട് എപ്പോഴും ഒരു ബഹുമാനവും കാരുണ്യവും ദയയും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിട്ട് എന്നെ പ്രസവിച്ചത് ഒരു സ്ത്രീയാണ്, എൻ്റെ അമ്മ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ അമ്മ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധ പുലർത്തുന്ന നമ്മുടെ സഹോദരികൾ ഇല്ലേ. ഇത് കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ 10-20 വർഷമായിട്ട് എന്നെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ട് എനിക്ക് ഭക്ഷണവും അല്ലെങ്കിൽ എൻ്റെ പരിചരണങ്ങളും ശുശ്രൂഷകളും നൽകുന്ന എൻ്റെ ഭാര്യ, ഇവരെല്ലാം സ്ത്രീകളാണ്. പിന്നെ എനിക്ക് പെമ്മക്കളില്ല.
അപ്പോൾ പെൺമക്കളും കൂടെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ സ്ത്രീകളുടെ സ്നേഹലാളനകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പുരുഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് അതിൻ്റെ പരിഗണന അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പുരുഷനും ആനുകൂല്യം വേണം. അതായത് നിയമവ്യവസ്ഥിതിയോടെ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്ക് എല്ലാവിധ പരിഗണനകളും അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കവും ആനുകൂല്യവും കൊടുക്കുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കും പോകരുത്. അവിടെ പുരുഷനും അതിൻ്റേതായ ദയാനുകൂല്യങ്ങൾ കിട്ടണം എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്. അതും കൂടെ വേണം. എല്ലാം നമുക്ക് ആവശ്യമല്ലേ? കാരണം നമുക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ നമുക്കുമുണ്ട് അവകാശങ്ങൾ. കാരണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതിലെല്ലാത്തിലും ഉണ്ട് നല്ലതും മോശവും. ഇപ്പം സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കുക, സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളുണ്ട്. പ്രസവിച്ച കുഞ്ഞിനെ അപ്പം തന്നെ കൊന്ന് തെരുവിലേക്ക് എറിയുന്ന, ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വിഷം കെടുത്തു കൊല്ലുന്ന സ്ത്രീകളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അവരെ ഒന്നും നമുക്ക് അങ്ങനത്തെ ആ ഒരു മഹനീയ പദത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരും സ്ത്രീകളിലും ഉണ്ട് നല്ലതും മോശവും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ആണും പെണ്ണും ഉണ്ടായ കാലം മുതൽ ആണിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചശില്പി അല്ലെങ്കിൽ സർവശക്തൻ ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ഏറ്റവും കൂടുതൽ ആകർഷണവും കൊടുത്തത് സ്ത്രീക്കാണ്, മനുഷ്യരിൽ. ഈ പ്രപഞ്ചത്തിൽ മറ്റ് ജീവജാലങ്ങളെ നോക്കി, പക്ഷികളെ നോക്കി, അതിലൊക്കെ ആണുങ്ങൾക്കാണ്, ആൺവർഗത്തിൽപ്പെട്ടവർക്കാണ് സൗന്ദര്യം. സിംഹമായിക്കോട്ടെ, ആനയായിക്കോട്ടെ, കടുവയായിക്കോട്ടെ, പുലിയായിക്കോട്ടെ, മയിലായിക്കോട്ടെ, കോഴിയായിക്കോട്ടെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ആൺ വർഗങ്ങൾക്കാണ് ഏറ്റവും ഭംഗി കൊടുത്തിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ച് സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ആകർഷണം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്റെ ധമനിയിലൊഴുകിയിറങ്ങും മഞ്ഞിൻ കണികകൾ, സ്ത്രീ അവളുടെ രൂപം. പണ്ടത്തെ ഒരു മലയാള സിനിമാ ഗാനമാണ്, പക്ഷെ കറക്റ്റാണത്. മനസാ വാചാ കർമ്മണ എന്ന ചിത്രത്തിൽ തന്തിരേന്ദ്രിയദാഹങ്ങൾ അസുലഭമോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ഗാനമാണത്. ഞാൻ പറഞ്ഞത് അത് ഉണ്ടായ കാലം മുതൽ ഈ പുരുഷൻ്റെ ഒരു 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 വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ റോഡിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ള നല്ല രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഒരു അവയവ ഭംഗിയൊക്കെ കൃത്യമായി കാണിച്ചിട്ടൊരു സ്ത്രീ, ഒരു പെൺകുട്ടി അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഒന്ന് നോക്കും. ആപാതചൂതം ഒന്ന് നോക്കിയിട്ടൊന്ന് സ്കാൻ ചെയ്യലുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് നോക്കും. അത് തെറ്റല്ല, അതങ്ങനെയാണത്. അത് പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പുരുഷന്മാർക്ക് പെട്ടെന്നാണ് കാമം വരുന്നത്, പെട്ടെന്നാണ് അവരുടെ ഒരിത്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഞാനിതൊക്കെ ശാസ്ത്രീയമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഇതിനെല്ലാത്തിനും അങ്ങനത്തെ കുറേ കുഴപ്പങ്ങളുണ്ട്. അതായത് ഒരു സ്ത്രീ വിചാരിച്ചാൽ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തീർക്കാൻ കഴിയില്ല. നമ്മൾ പുരാണങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ എടുത്തു നോക്ക്. ഒരു സുന്ദരിയായ ഒരു സ്ത്രീക്ക് വേണ്ടി രാജ്യം നഷ്ടപ്പെട്ടവരുണ്ട്, രാജ്യം ഉപേക്ഷിച്ചവരുണ്ട്, എന്തെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് ചരിത്രങ്ങളിൽ. പുരാണം എടുത്തു നോക്ക്. നമ്മുടെ എന്താണ് വിശ്വാമിത്ര മഹർഷി, ബ്രഹ്മചാരി, നിത്യബ്രഹ്മചാരിയായ വിശ്വാമിത്ര മഹർഷിയുടെ കഠിനമായ തപസ്സിളക്കാൻ ദേവലോകത്ത് പറഞ്ഞുവിട്ട ത്രിലോക സുന്ദരിമാരിൽ ഒരാളായ മേനകയുടെ ആ സൗന്ദര്യത്തിലും ആ നൃത്തത്തിലും വീണില്ലേ ആ മഹർഷി? അതുപോലെ എത്ര പേര്. ഇനി ഇതെല്ലാം പോട്ടെ, സാക്ഷാൽ മഹേശ്വരൻ പരമശിവൻ, ഭസ്മാസുരൻ എന്ന അസുരൻ, തന്നെ ആർക്കും വധിക്കാൻ കഴിയില്ല, തൻ്റെ വിരൽ തൻ്റെ നെറുകയിൽ തൊട്ടാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു വരം മഹേശ്വരനിൽ നിന്ന് നേടി, കഠിനമായ തപസ്സിലൂടെ നേടിയിട്ട് അവസാനം ആ ശിവനെ തന്നെ കൊല്ലാൻ ഭസ്മാസുരൻ പോയ ഒരു അവസരമുണ്ട്. ശിവൻ പേടിച്ച് ഒളിവിൽ കഴിയേണ്ടി വന്നു, കാരണം വരം കൊടുത്ത ആള് തന്നെ. അവസാനം ദേവലോകത്തിനും എല്ലാ ലോകങ്ങൾക്കും ഭീഷണിയായപ്പോൾ എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ ചെല്ലുന്നു, ഇതിനൊരു പരിഹാരം കാണണം. അങ്ങനെയാണ് മോഹിനി രൂപം കൊണ്ട് മഹാവിഷ്ണു
ഭസ്മാസുരനെ വശീകരിച്ചത്. തൻ്റെ ആ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ഭസ്മാസുരൻ വീണുപോയി. എന്നിട്ട് മോഹിനിയുടെ ഒപ്പം നൃത്തമൊക്കെ കളിച്ച് അവസാനം മോഹിനി ഓരോ മുദ്രകൾ കാണിക്കുന്ന അതൊക്കെ ഭസ്മാസുരനും കാണിച്ച് അവസാനം മോഹിനി സ്വന്തം തലയിൽ ഇങ്ങനെ നിറവിൽ ഇങ്ങനെ വിരലുകൊണ്ട് മുത്തുമ്പോൾ അതും ഭസ്മാസുരൻ അങ്ങനെ ചെയ്ത് അങ്ങനെ വീണു മരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിപൂർവ്വം ഭസ്മാസുരനെ മോഹിനി വധിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ മാതിരി പാലാഴി മഥനം നടന്നപ്പോഴും പിന്നീട് ഈ അസുരന്മാർ അമൃത്, അതായത് അവർക്ക് പിന്നെ മരണമില്ല അമൃത് സേവിച്ചാൽ, പാലാഴി മഥനത്തിൽ കിട്ടിയ വിലയേറിയ അമൃതിനെ അത് അസുരന്മാർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞാൽ ഈ ത്രിലോകങ്ങൾ തന്നെ അവരുടെ കീഴിലാവും. അങ്ങനെ ദേവന്മാരാകെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് മോഹിനി അവിടെ വന്ന് ആ മോഹിനിയുടെ സൗന്ദര്യത്തിൽ അസുരന്മാർ വീണുപോയി. ആ അമൃത് മോഹിനിക്ക് കൊടുത്ത്, മോഹിനി ആ അമൃത് ദേവന്മാർക്ക് കൊടുത്ത് അസുരന്മാരെ പറ്റിച്ചു. അപ്പോൾ ഇതൊക്കെ സ്ത്രീ സൗന്ദര്യത്തിൽ വീണു പോകുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പിന്നീട് അടുത്ത ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഗംഭീരം. മോഹിനിയുടെ ഈ ഒരു മനോഹരമായ രൂപം എല്ലാവരും വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമേശ്വരൻ മാത്രം അത് കണ്ടില്ല, പരമശിവൻ മാത്രം അത് കണ്ടില്ല. തനിക്ക് അതൊന്ന് കാണണം എന്ന ആഗ്രഹം മഹാവിഷ്ണുവോട് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ആ മോഹിനി രൂപം വീണ്ടും എടുത്ത് പരമേശ്വരൻ്റെ മുമ്പിൽ, പരമശിവൻ്റെ മുമ്പിൽ നിന്നപ്പോൾ പരമശിവൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. കാരണം ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അങ്ങനെ അവർ തമ്മിൽ ചേർന്നപ്പോഴുണ്ടായതാണ് അയ്യപ്പൻ, ഹരിഹരപുത്രൻ. അതാണ് ഹരിഹരപുത്രൻ, ഹരിയും ഹരനും ചേർന്ന് ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പുരാണങ്ങളിലും ഉണ്ട്. ഈ സ്ത്രീ സൗന്ദര്യത്തിൽ വീണു പോകുന്ന അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യത്തിൽ ഇത് ചെയ്യുന്നത് അതൊക്കെ എല്ലാവരുടെയും ഈ പുരുഷന്മാരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും ഈ പറഞ്ഞ ആരും ഇതിൽ നിന്ന് അതീതരല്ല. നമ്മൾ കണ്ടിട്ടില്ലേ ചില ഉദ്ഘാടനങ്ങൾക്ക് ശരീരം നല്ല രീതിയിൽ പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ ആ ഉദ്ഘാടന മാമാങ്കങ്ങൾക്കൊക്കെ എന്തോ ഒരു ചെറുപ്പക്കാരാണ് അതിനു വേണ്ടി ആവേശം കൊണ്ട് ആ ഉദ്ഘാടനം കാണാൻ ചെല്ലുന്നത്. എന്തിനാണ്? അവരിത് കണ്ട് ആസ്വദിക്കാനാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവർക്കും അറിയാം ഇവർ കണ്ട് ആസ്വദിക്കാൻ വരുന്നവരുണ്ടാവും. അവരതിനനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ വസ്ത്രാധരണമൊക്കെ നടത്തി അവരും വരുന്നു ഉദ്ഘാടനങ്ങൾക്ക്. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരിലും ഉണ്ട് ഈ പറഞ്ഞ ചിന്തകളും കാര്യങ്ങളും. അവിടെയാണ് നമ്മൾ ഈ കാളയ്ക്കും ഈ കുതിരയ്ക്കൊക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കടിഞ്ഞാൻ, മൂക്കുകയർ എന്ന് പറയും. ആ കടിഞ്ഞാൻ നമുക്കും ആവശ്യമാണ്. കാരണം മനുഷ്യന് അവൻ അദൃശ്യമായ ഒരു കടിഞ്ഞാൻ നമുക്കും ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോവാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അതിമോഹങ്ങളുടെ പുറകെ പോയി അവസാനം നമ്മളൊരു ദുരന്തങ്ങളിലേക്ക് വിടാനൊന്നും അധികം സമയം വേണ്ട, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകളുടെ പുറകെ അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും അവസാനം ചെന്ന്, അതായത് നമുക്ക് അനുവദനീയമല്ലാത്ത ആ ഒരു ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. അപ്പോൾ അദൃശ്യമായ ഒരു കടിഞ്ഞാൻ നമ്മളിൽ വേണം. നമുക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ആ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലിരിക്കണം. നമ്മളങ്ങനെ പോകാതിരിക്കാനുള്ള കടിഞ്ഞാൻ നമുക്ക് വേണം. ഞാനിതൊക്കെ പറയുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനൊക്കെ ഒരുപാട് കെട്ടുപാട് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ അറിവില്ലായ്മകളുടെ പ്രായത്തിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃബന്ധങ്ങളും കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് തെറ്റുകുറ്റങ്ങളും പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനനുസരിച്ച് ഒരു പ്രായം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ പക്വതയും പാകുതയും വന്നു. ഞാൻ ഈ കലാരംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാനൊരു 92 ഞാൻ ഗൾഫിലേക്ക് പോയി. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിനൊരു പാകത വന്നത്. എനിക്ക് 92 അതിന് 3.5 വർഷം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം കഴിഞ്ഞു. അതിലൂടെ കുറേ നിയന്ത്രിതമാക്കേണ്ട കാര്യങ്ങളുമെല്ലാം കലാരംഗത്ത് വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അതിനനുസരിച്ചാണ് പോയത്. എനിക്കിപ്പോൾ വെല്ലുവിളിയോടെ പറയാം, എൻ്റെ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയാം, ഞാൻ ഈ കലാരംഗത്ത് വന്നിട്ട് ഈ ഏതെങ്കിലും എത്രയോ പേരായിട്ട് നമ്മൾ സ്ത്രീ ആർട്ടിസ്റ്റുകളായിട്ട് ആക്ട്രസ്സുകൾ, അതായത് സീനിയർ ആക്ട്രസ് ആയിക്കോട്ടെ ജൂനിയർ ആക്ട്രസ് ആയിക്കോട്ടെ, ഇവരായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സീനിയർ നടിയോ ജൂനിയർ നടിയോ പറയട്ടെ, മനോജിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, മനോജിൻ്റെ നോട്ടം ശരിയായില്ല, അയാളുടെ സ്പർശനം ശരിയായിരുന്നില്ല, അയാൾ എൻ്റെ ദേഹത്ത് കൈവച്ചു, അയാൾ എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു, അസമയത്ത് എന്നെ വിളിച്ചു, അയാൾ എൻ്റെ അടുത്ത് റൂമിൽ വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞു എന്ന് ആരെങ്കിലും പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ്, സീനിയർ ആക്ട്രസ് ആയാലും ജൂനിയർ ആക്ട്രസ് ആയാലും ഞാൻ വളരെ റെസ്പെക്റ്റായിട്ടാണ് ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളതും ബിഹേവ് ചെയ്തിട്ടുള്ളതും. ആരുടെയും നമ്പറൊന്നും ഞാൻ വെറുതെ വാങ്ങിച്ചൊന്നും എൻ്റെ ഫോണിൽ വെക്കാറില്ല.
ആകെ കുറച്ച് എൻ്റെ ഒപ്പം കൂടുതൽ അഭിനയിച്ച ചില അഭിനേത്രിമാരുടെ നമ്പർ. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കും, ചേട്ടാ ഡേറ്റിൻ്റെ കാര്യമെല്ലാം പറഞ്ഞോ, അടുത്ത ഷെഡ്യൂള് അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടിയോ ഏട്ടാ എന്തായെന്നൊക്കെ അറിയാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വിളിക്കുന്ന രീതിയിലുള്ള കുറച്ച് ആക്ട്രസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഞാനിതൊന്നും എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ വളരെയധികം അതിന് വളരെ ഒരു ഒരു കൃത്യനിഷ്ഠയോടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നും തോന്നരുത് നിങ്ങൾക്ക്. അത് എനിക്കിപ്പോൾ ദൈവം തന്ന എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കത് മതിയെന്നേ, ഞാനതിൽ സംതൃപ്തനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംതൃപ്തിയോടെ ജീവിക്കുകയാണ്. എൻ്റെ ശാരീരിക ദാഹം തീർക്കാനും എല്ലാം എൻ്റെ ഭാര്യയുണ്ട് എനിക്കത് മതി. എന്നെ സംബന്ധിച്ചിട്ട് അതിൽ ഞാൻ തൃപ്തനാണ്. കാരണം ഇനി ഒരുപാട് വേറെ സൗന്ദര്യങ്ങൾക്ക് പുറകെ വേറെ ആളുകൾക്ക് പുറകെ ഒന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹങ്ങളെയൊക്കെ കടിഞ്ഞാണിട്ട് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് താല്പര്യമില്ല അതിൽ. അപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയല്ലേ, നമുക്കിങ്ങനെ ഒരുപാട് നമുക്ക് ചുറ്റും ഉണ്ടാവും. അവിടെയൊക്കെ നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ ക്ഷണികമായിട്ട് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആത്യന്തികമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവില്ല, മരണം വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, സ്ത്രീ കാര്യങ്ങളിൽ. ഇനി അടുത്തത് ഇവിടെ ഉണ്ടായിരിക്കുന്ന പീഡന ആരോപണങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് പറയട്ടെ, നിവിൻ പോളി, ഡബിൾ സല്യൂട്ട്. നിവിൻ പോളി ഒരു ആരോപണം ഇന്നലെ രാത്രി, 3-ാം തീയതി രാത്രി ഇങ്ങനെ ഒരു ആരോപണം പെട്ടെന്ന് തന്നെ കാണിക്കുന്നു. കൂട്ട ബലാത്സംഗ കേസിലെ പ്രതി നിവിൻ പോളി. അപ്പോൾ നമ്മുടെ ചാനലുകളാണെങ്കിൽ മീഡിയകളാണെങ്കിൽ ശ്രീ പി വി അൻവർ MLA ആ ഒരു ആരോപണങ്ങളും കുറച്ച് കത്തി നിൽക്കുന്ന വിഷയങ്ങളുടെ പുറകെയാണ്. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പോൾ തന്നെ മീഡിയകൾക്കൊക്കെ ആകെ പ്രശ്നമായി. കാരണം മീഡിയകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മീഡിയകളെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നതാണ്. ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ പലതും പുറത്ത് കൊണ്ടുവരിക, വെളിച്ചത്ത് കൊണ്ടുവരിക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കും വരുന്നുണ്ട്. ഒരുപാട് വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെ തേജോവധം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതും അതിൻ്റെ ഇടയ്ക്ക് പല മീഡിയകളും ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. അതൊരു മാധ്യമ ധർമ്മമല്ല. എല്ലാവരും തന്നെ ഞാൻ പറയണത്, ചിലരൊക്കെ അതിന് വേണ്ടി സ്വരുക്കൂട്ടി നടക്കുന്നുണ്ട് ഇല്ലേ. എന്തിനു പറയണം, നമ്മുടെ സുരേഷ് ഏട്ടനെയൊക്കെ ഒരു സ്ത്രീലമ്പടനാക്കിയൊക്കെ വരെ ഉണ്ടാക്കിയില്ലേ, അദ്ദേഹത്തെയൊക്കെ ചിത്രീകരിച്ചില്ലേ. സ്ത്രീയുടെ ശരീരത്തിൽ മാറും എന്ന് പറയുമ്പോഴേക്കും മാറുമോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ ഇങ്ങോട്ട് എന്തൊക്കെ ആക്കിയെടുത്തു. കാമത്തോടെ സമീപിച്ച് കഷ്ടം തന്നെ. അങ്ങനെ എന്തൊക്കെ പ്രൊവോക്ക് ചെയ്ത് ആ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതൊക്കെ ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കഷ്ടം. ഒരാളുടെ സ്വകാര്യത പോലും നശിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ അങ്ങനെ കയറരുത്. ഇന്നലെ നിവിൻ പോളിക്ക് ഞാൻ ഈ ഡബിൾ സല്യൂട്ട് കൊടുത്തതിൻ്റെ കാരണം അറിയാമോ? ഈ ആരോപണം വന്നപ്പോൾ, മറ്റുള്ള നടന്മാർക്കൊക്കെ ആരോപണം വന്നപ്പോൾ ആരും സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കണമെന്നില്ല. നിവിൻ പോളിക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഈ മാധ്യമങ്ങൾ ഒന്ന് ആലോചിച്ചെന്ന് വെച്ചാൽ, ഇനി അടുത്തത് നിവിൻ പോളിയുടെ വീടിൻ്റെ സറൗണ്ടിലൊക്കെ ക്യാമറയായിട്ട് നിൽക്കുക. നിവിൻ പോളി എവിടെയാണ്? നിവിൻ പോളി ഒളിവിലാണ്. നിവിൻ പോളി ഇനി കാണാൻ കിട്ടുമെന്ന് അറിയില്ല. നിവിൻ പോളി മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. നിവിൻ പോളി ഉടൻ തന്നെ പ്രതികരിക്കേണ്ടതാണ്. നിവിൻ പോളി എന്തിനാണ് ഒളിച്ചോടുന്നതെന്നുള്ള ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് സഹികെട്ട് നിവിൻ പോളി വന്നു കഴിയുമ്പോൾ ആ നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് മൂർച്ചയേറിയ ലാലേട്ടനെതിരെ ഇതില്ലേ, ഹയ്യാത്തിൽ ക്രിക്കറ്റ് ലീഗിൽ ലാലേട്ടൻ വന്നപ്പോൾ അങ്ങോട്ട് എയ്ത് വീഴ്ത്തിയില്ലേ ലാലേട്ടനെ. ലാലേട്ടൻ തന്നെ ഹൃദയം എന്നൊന്നൊരു വാക്ക് പറഞ്ഞില്ലേ. നിങ്ങൾ ഇന്നലെ കണ്ട നിങ്ങളല്ലല്ലോ, ഇപ്പം നിങ്ങൾ അന്യനെ പോലെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ശരിയല്ലേ? ഇന്നലെ ലാലേട്ട എന്ത് പറയുന്നു, ലാലേട്ടൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സ്നേഹസമ്പൂർണമായിട്ട് ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ചെന്ന മാധ്യമങ്ങളൊക്കെ ലാലേട്ടനെ അങ്ങോട്ട് എയ്തെറിയുന്നു, വീഴ്ത്താൻ നോക്കുന്നു. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ആ മനുഷ്യനെ ഇടവും വലവും നിന്ന് എഴുതുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ മീഡിയകൾ. എന്തിനായിരുന്നു സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ? നിങ്ങൾ മനുഷ്യരല്ലേ. ആ മനുഷ്യനെ സമചിത്തത്തോടെയാണ് ആ മനുഷ്യൻ മറുപടികൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ മനുഷ്യനെ എഴുത് വീഴ്ത്താൻ വേണ്ടി നിന്നില്ലേ. പക്ഷെ നിവിൻ പോളി ബുദ്ധിമാനാണ്. നിവിൻ പോളി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, നിവിൻ പോളിക്കെതിരെ ഇതൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ നിവിൻ പോളി അപ്പം തന്നെ അങ്ങോട്ട് പത്രസമ്മേളനം ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ പെട്ടുപോയി. കാരണം നിങ്ങൾക്ക് മൂർച്ചയേറിയ ശരങ്ങൾക്ക് രാഗി മിനുക്കാനുള്ള സമയം കിട്ടിയില്ല. നിവിൻ പോളി ആദ്യം കയറി അങ്ങോട്ട് ഈ പറയില്ലേ, ശത്രുവിൻ്റെ മടയിൽ പോയി അടിക്കാന്ന് പറയില്ലേ. ശത്രു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ശത്രുവിൻ്റെ മടയിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ശത്രു തളർന്നു പോകും എന്ന് പറയുന്ന പോലെയാണ് നിവിൻ പോളിയുടെ അറ്റാക്ക്.
ഒറ്റയ്ക്ക് വഴികെട്ടി വന്നവനോടാ എന്നൊക്കെ പറഞ്ഞില്ലേ മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് സിനിമയിലെ അതുപോലത്തെ നിവിൻ പോളി ആയി ശരിക്കും നിവിൻ പോളി. അത് വളരെ നല്ല ഒരു കാര്യമാണ് നിവിൻ ചെയ്തത്. കാരണം ആരോപണം വന്നപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ആറ്റ്സ് ഓഫ് യു. നിവിൻ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് എനിക്കറിയില്ല, അത് നിയമം തെളിയിക്കേണ്ടത്. പക്ഷേ കാരണം നിവിനെ എനിക്കറിയില്ല, നിവിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, അത് ഞാൻ പറയണം. പക്ഷെ നിവിന പറഞ്ഞ ആ ഒരു ഇത് നന്നായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ അത് പറഞ്ഞത് മീഡിയകൾക്കൊന്നും മിണ്ടാൻ പറ്റാണ്ടായിപ്പോയി. കാരണം മീഡിയകൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടെന്നറിയാം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവരും പലരും ഉണ്ട്, അവരെയൊക്കെ പ്രൊട്ടക്റ്റും ചെയ്യും, അല്ലാത്തവരെയൊക്കെ നിങ്ങളിതും ചെയ്യും. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇവരെല്ലാം ഉണ്ടാവുന്നവരൊക്കെ കുറച്ച് സത്യസന്ധത മാധ്യമധർമ്മത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വേണം, കാരണം ഇതിലൂടെ നിങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകം അറിയുന്നത്. പക്ഷെ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ഇനി ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ നടന്മാർ, ഞാൻ പേരൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം നിവിൻ പോളിയുടെ പേര് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി വലിയൊരു ഒരു മലയാള സിനിമയിൽ ഒരു ക്യാരക്ടർ വേഷങ്ങൾ, വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആ നടനെതിരെയാണ് ആദ്യത്തെ ആരോപണം വന്നത്. അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് സംഘടനയിൽ നിന്ന് മാറി രാജിവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം, ഈ ആരോപണങ്ങളിലുള്ള ചോദ്യങ്ങൾ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ നടൻ സിദ്ദിഖ് ആയിട്ടുള്ള ഞാൻ 2 സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. സലാല മൊബൈൽസ്, കാര്യസ്ഥൻ. ഞങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷനാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടി എന്തോ ഒരു സമയം അദ്ദേഹം ഞാനൊക്കെ ആയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. കാര്യസ്ഥനിലാണെങ്കിൽ ഒരുപാട് ദിവസങ്ങളുണ്ടായി. എല്ലാവരോടും വളരെ നല്ല ബിഹേവിംഗ് ആണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതകളൊന്നും എനിക്കറിയില്ല, കാരണം നമുക്കതിനെ അറിയില്ല, നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ള കാര്യം. ബീനയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബീനയായിട്ട് നല്ലൊരു റിലേഷനാണ്. എന്നുവെച്ചാൽ ബീന എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബീനയും ഞാനുങ്ങളായിട്ട് ഒരു 6 മാസം നല്ല ഫ്രണ്ട്സായിരുന്നു. ആ സമയത്ത് ബീന എൻ്റെ അടുത്ത് ബീനയുടെ ജീവിതത്തിലുണ്ടായതും കുട്ടിക്കാലം മുതലുണ്ടായത്, എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതലുണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിലേക്ക് അടുപ്പിച്ചത്. കാരണം ആ ഒരു മനസ്സുകൾ തമ്മിലുള്ള ഒന്നും ഇല്ല ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ അവൾക്കുണ്ടായ ദുഃഖങ്ങളും അവൾക്കുണ്ടായ വിഷമതകളും അവൾക്കുണ്ടായ സന്തോഷങ്ങളും എനിക്കുണ്ടായതും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രേമ കാര്യങ്ങളും എല്ലാം. അതൊക്കെ ഈ പറഞ്ഞ അന്ന് സിനിമാ രംഗത്ത് ബീന പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബീനയ്ക്കുണ്ടായ വേദനാജനകമായ അനുഭവം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു ബീന പറഞ്ഞിരുന്നു ബീനടുത്ത്. അത് എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത്, 20 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കോഴിക്കോട് ഒരു ഈ പറഞ്ഞാൽ ആ ഒരു സംവിധായകൻ വരണം എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടർക്കിയെ കൊടുത്ത് അഭിനയിക്കണം, ബാത്തപ്പൊക്കെ ടർക്കിയെ കൊടുത്ത്. അപ്പോൾ ബീന പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സാർ ഇങ്ങനത്തെ ഒരു വേഷമാണെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അതിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല, എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നീ ആരുടെ ഈ ഉർവശി അവാർഡ് കിട്ടിയോളെന്നൊക്കെ ചോദിച്ചു പുള്ളി ആരാസ് ചെയ്തു. അതിനുശേഷം പിന്നെ റൂമിലേക്ക് വരാൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞാൽ റെഡി ആയിട്ടൊക്കെ അവിടെ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെയധികം ഇൻസൾട്ട് ചെയ്ത്, എക്സ്പ്രഷൻ ഇല്ല, അഭിനയിക്കാൻ അറിയില്ല, മോശമാണ്, എന്തിനാണ് ഇതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ, എന്താണ് വലിയ നടിയെന്നും പറഞ്ഞു കൊണ്ടുവന്നതൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരുടെ ഒരു ക്രൂവിൻ്റെ മുമ്പിലോട്ട് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടിട്ടപ്പോൾ അന്ന് ബീന എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങിയത് ബീനയെ, അതേ അമ്മച്ചിയാണ് കൂട്ടുവരുന്നത്. അങ്ങനെ റൂമിൽ പോയി സാധനങ്ങളെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൊണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ പീറ്റർ ഞാറക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. പീറ്റർ ഏട്ടൻ എന്നൊരു കവറിൽ 2000 രൂപ എനിക്ക് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ധൈര്യമായിട്ടിരിക്കുക, മോൾ വിഷമിക്കേണ്ട, കരയേണ്ട, നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവുണ്ടായിട്ടില്ല, നീ അഭിനയത്തിൽ മോശമായിട്ടുള്ള ഒരാളൊന്നുമല്ല, നീ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷേ അങ്ങേര് എന്തുകൊണ്ട് പറഞ്ഞെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അതൊന്നും നീ കണക്കാക്കണ്ട, നീ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോകും, നിനക്കൊരു ജീവിതം നല്ല ഈ അഭിനയ രംഗത്ത് നീ തിളങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരും, കർത്താവുണ്ട് കൂടെ, മാതാവുണ്ടാവും കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാന്ത്വനം നൽകി അദ്ദേഹം ഒരു സഹോദര തുല്യമായിട്ട് നിന്ന് വിട്ടൊരാളാണ്. അതൊരു വലിയ കാര്യമല്ലേ. കാരണം സിനിമാ രംഗത്ത് ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ ഇങ്ങനെ വന്നാലും നല്ലവരുണ്ട്, മോശം ആളുകളുണ്ട്. അതിനുശേഷം ബീന ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരിക്കൽ കലൂർ അന്തോണിസ് ഉണ്ണിയാളുടെ പള്ളിയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ പോകുമ്പോൾ ബീന ഞങ്ങൾ ചെല്ലുമ്പോൾ അന്ന് പീറ്റർ ഏട്ടൻ അവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായി. അന്ന് പീറ്റർ ഏട്ടനെ കണ്ടപ്പോൾ പീറ്റർ ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പീറ്റർ ഏട്ടൻ, അപ്പം ഞാനും പീറ്റർ ഏട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ എന്നെ അറിയാം പുള്ളിക്ക്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ബീന പറഞ്ഞു, പീറ്റർ ഏട്ടൻ ഞാൻ അന്ന് ഉണ്ടായ സംഭവമൊക്കെ മനുവിനോട് പറഞ്ഞിരുന്നു. അന്ന് പീറ്റർ ഏട്ടൻ പറഞ്ഞു, അയ്യോ അതിനാ മോളെ. അപ്പോൾ മോളെ അത് വളരെ സന്തോഷം, കാരണം ഇപ്പം മോള് നല്ല സന്തോഷമായിട്ട് ജീവിക്കണുണ്ട് നീ, കാരണം
നല്ലൊരു ഇതിലെത്തിയില്ലേ, നീ സീരിയലിലൊക്കെ നല്ല ഒരു നായികയായിട്ടും ഒക്കെ തിളങ്ങിയില്ലേ, നല്ലൊരു കുടുംബജീവിതമായില്ലേ, അതാണ് ദൈവം കൂടെ ഉണ്ടാവും, എപ്പോഴും നമ്മൾ നമ്മളുടെ നന്മകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ആ ഒരു വ്യക്തിയുടെ കാര്യം ഞാനിപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്, പീറ്റർ ഞാറക്കൽ. പീറ്ററേട്ടാ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ബീന അതിൻ്റെ ഇടയ്ക്ക് സിദ്ദിഖിക്കയുടെ കുടുംബമായിട്ടൊക്കെ നമുക്കൊരു കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ സിദ്ദിഖിക്കായിട്ട് ബീന പണ്ട് അഭിനയിക്കുമ്പോഴൊക്കെ സിദ്ദിഖിക്കയുടെ വീട്ടിൽ സിദ്ദിഖിക്കയുടെ ഉമ്മ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ പോരുന്നത്. അന്ന് സാപ്പി കുട്ടിക്കാലം മുതലേ ബീനയ്ക്ക് അറിയാം. അവനൊരു റക്സോണ സോപ്പും പിടിച്ച ബീന എന്നോട് പറയും, അയ്യോ എനിക്ക് അവനെ പുന്നാരിച്ച് മതിയാവാറില്ല, ഞാൻ അവിടെ ഇങ്ങനെ നിന്നവനിങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കും. കൊച്ചുകുട്ടിയായിരിക്കും, കാരണം അവനൊരു അറിയാലോ അവൻ്റെ ഒരു ബുദ്ധി സ്ഥിരതയില്ലായ്മ, അവന് ഒരു ഇതുണ്ടല്ലോ അവന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവനെല്ലാവർക്കും ഒരു സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഒരു സാപ്പിയുടെ ഒരു വിയോഗം, കാരണം സാപ്പി എന്ന് പറഞ്ഞാൽ എന്നോട് അതിനുശേഷം എന്നെ കാണുമ്പോഴും അതെ മനോജ് അങ്കിൾ, ബീന ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമാണ്. അന്ന് സിദ്ദിഖിയുടെ മോൻ്റെ കല്യാണത്തിന്, രണ്ടാമത്തെ മോൻ്റെ ഷാഹിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കളമശ്ശേരിയിൽ വെച്ച് എന്തോരം നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചെന്നറിയോ. അവിടുത്തെ ഒരു ഭക്ഷണ മേശയുടെ ചുറ്റുമിരുന്ന് എന്തോരം നേരം. അവൻ നല്ല മിടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മിടുക്കനായിട്ട് നിൽക്കായിരുന്നു. അങ്ങനത്തെ ഒരു സാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സാപ്പി പരിചയപ്പെട്ടവർ സാപ്പി മറക്കില്ല. നിങ്ങൾ മമ്മൂക്കയുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, മമ്മൂക്ക ഇത്ര ഹൃദയകാരിയായിട്ട് 2 വരി എഴുതിയിരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. കാരണം സാപ്പി മോനെ പോകുന്നില്ലടാ, നീ കണ്ണിൽ നിന്ന് പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട്. കാരണം സാപ്പി പരിചയപ്പെട്ടവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം അത്രയ്ക്ക് സ്നേഹം ഞങ്ങൾക്ക് സാപ്പിയോടുണ്ട്, ഞങ്ങൾക്ക് അത്രയും സ്നേഹം സാപ്പിയോട്. അപ്പോൾ ആ സമയത്താണ് ഈ സാപ്പിയുടെ മരണം നടക്കുമ്പോൾ ബീനയ്ക്കാണെങ്കിൽ വൈറൽ ഫീവർ വന്നിട്ട് അവൾക്ക് അനങ്ങാൻ പറ്റില്ല, അവൾക്ക് ബോഡി പെയിൻ, ഇരുന്നോടന്ന് എഴുതാക്കാൻ പറ്റാത്ത അവസ്ഥ അവൾക്കാണ് ആദ്യം വന്നത്. അതിനുശേഷം എനിക്കും വന്നു, ഞാനും തളർന്നിരിക്കുക. അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല. ഇത് പടമുകൾ ഞങ്ങൾ വൈറ്റിലയിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ, നിസ്സാര ദൂരം. പക്ഷേ പോകാൻ പറ്റണില്ല, എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് പോകണ്ടേ. പിന്നെ സുഖമില്ലാണ്ട് അവിടെ ചെന്ന് വല്ലവർക്കും അതൊക്കെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയില്ല. മെസ്സേജൊക്കെ അയച്ചു നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീന അദ്ദേഹത്തെ കാണുന്നത് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. അതായത് 3 ദിവസം കഴിഞ്ഞ്. അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ട് മാത്രം വന്നതാണ്. ഇല്ലെങ്കിൽ അതിന് പോലും പുള്ളി വരില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം അത് വരില്ല എന്ന് പറഞ്ഞിരുന്ന ആളെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ നിർബന്ധിച്ചിട്ട് അദ്ദേഹം വന്നത്. കാരണം അത്രയ്ക്ക് അദ്ദേഹം മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. കാരണം സാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ കുടുംബത്തിന്. ഒരു കുഞ്ഞു വാവയെ കൊണ്ടു നടക്കണമായിരിയായിരുന്നു കൊണ്ടുവരുന്നിരുന്നത്. സിദ്ദിഖിക്കയുടെയൊക്കെ ജീവന്. അല്ല ഷാഹിൻ ഇളയതാണെങ്കിലും ഷാപ്പി മോനെ പോലെ കാണുന്നത്. ഷാഹിൻ കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും, ആ ഭാര്യയും ഭർത്താവും, ഷാപ്പി അവൻ്റെ ഒപ്പമാണ് ജീവിച്ചത്. സിദ്ദിഖിക്കും ഭാര്യ ആലുവയിൽ തറവാട്ടിലായിരുന്നു. ഭയങ്കര ഇൻറ്റിമസി ഉള്ളൊരു കുടുംബമായിരുന്നു ആ ഒരു സ്നേഹത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഷാപ്പിയുടെ ഒരു വിയോഗം. അപ്പോൾ അന്ന് ബീന കണ്ടപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പോയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു ബീന, എൻ്റെ ദൈവമേ സിദ്ദിഖിക്ക് വരുമോ ആരാണെങ്കിൽ എന്തും പറഞ്ഞ മനുഷ്യനെ ആശ്വസിപ്പിക്കണേ, എന്തൊരു സ്നേഹമാണ് സിദ്ദിഖിക്ക് സാപ്പിയോടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ആശ്വസിപ്പിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മരണം സംഭവിക്കേണ്ടത് സംഭവിച്ചു, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. അത് കഴിഞ്ഞ് അന്ന് ചെന്നിട്ട് ഈ ആക്ട്രസുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവളിങ്ങനെ നിൽക്കണ സമയത്ത് ഇവളിങ്ങനെ നിൽക്കായിരുന്നു അവിടെ ഇങ്ങനെ. അപ്പം നിൽക്കുമ്പോഴാണ് സിദ്ദിഖിക്ക് ചോദിച്ചു, അടി നീ എന്തെങ്കിലും ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. കാരണം ആ ഒരു ബ്രദർലി ഒരു അറ്റാച്ച്മെൻറ്റ് ബീന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ ഗോഡ് ഫാദർ, കുറേ സിനിമകളിലുണ്ട്. പക്ഷെ ഒരു മോശമായിട്ടുള്ളൊരു വാക്കോ ഒരു നോട്ടോ ഒരു ബിഹേവിയറും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നമുക്കൊരു സ്വന്തം സഹോദരനെ പോലെ അങ്ങനെയാണ് അവൾക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇന്ന് വരെ അങ്ങനെ ഒരു ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ അങ്ങോട്ട് പിടിവിട്ടുപോയി. അവൾ പെട്ടെന്ന് കരഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ തലകൊടിക്കൊണ്ടിങ്ങനെ ആശ്വസിപ്പിച്ചതാണ്. ആ ഒരു സാധനം, ആ ഒരു വിഷ്വൽ, അന്ന് ജനറൽ ബോഡിയിൽ നടന്ന ആ വിഷ്വൽ ഇന്ന് ഈ സിദ്ദിഖിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനെടുത്ത് ആഘോഷിക്കുകയാണ് മീഡിയ. അതായത് ഇത് എന്താ നടിമാർ രാജിവെച്ച് പോണതിൻ്റെ സങ്കടം തീർക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ക്രൂരതയാണ്. ഒരു പിതാവ്, ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവിനെ ആശ്വസിപ്പിക്കുന്ന സഹപ്രവർത്തകരുടെ വീഡിയോ എടുത്ത് അതിന് വേറൊരു മുഖം കൊടുത്ത് അതിന് വേറൊരു കളർ കൊടുത്ത് അതിന് എന്ത് മോശമാണ് നിങ്ങൾ ചെയ്തത്. സത്യം എനിക്ക് വളരെയധികം വേദന തോന്നി. ബീനേൻ്റെ അടുത്ത് പറഞ്ഞു, ബീനയ്ക്ക് ഒന്നാമത്തത് അവൾക്ക് ഒരുപാട് അവളുടെ തലയിൽ ഇങ്ങനെ അപരാണ്ടങ്ങളൊക്കെ വന്ന് അവൾക്ക് മരവിച്ചൊരു മനസ്സാണ് അവൾ. പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് അവൾക്ക് കണ്ണ് നിറഞ്ഞു പോയി. അവൾ പറഞ്ഞു, മനു ഞാൻ ഒരു ഇതിടട്ടെ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, കേട്ടോ
നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇൻസ്റ്റയിലിട്ടോ എന്ന് പറഞ്ഞ്. കാരണം അത്രയ്ക്ക് തകർന്നു പോയി. കാരണം അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സഹോദരനെ നമ്മൾ അതുപോലത്തെ ഒരു മനസ്സോടെ അത് ചെയ്തപ്പോൾ അതിനിങ്ങനെ എത്ര പേരതിനെ തെറ്റിദ്ധരിക്കും, കാരണം എത്ര പേരതിന് വേറൊരു രീതി കാണും എന്നുള്ളതൊക്കെയാണ് അവൾ ചിന്തിച്ചത്. കാരണം അത്രയും അവൾക്ക് വിഷമം തോന്നി. അങ്ങനെയാണ് ഇൻസ്റ്റയിൽ അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സാക്ഷി വേണം മനുഷ്യനായി. 30 മിനിറ്റായി. അടുത്ത വീഡിയോ ഞാനിടാം. കാരണം ഇനി എനിക്ക് പറയാനുള്ളത് ആരോപണം ഉന്നയിച്ച വിധേയരായവരെ പറ്റിയും ആരോപണം ഉന്നയിച്ച ആളുകളെ പറ്റിയുമാണ്. ഇത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് പലതും. ഇന്ന് കേരളത്തിൽ ഒരു പുരുഷനും നാളെ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത, അതായത് നിങ്ങൾ നാളെ എന്താകും, നിങ്ങൾ നാളെ ജയിലിലാണോ, നിങ്ങൾ നാളെ റിമാൻഡിലാണോ, നിങ്ങൾ നാളെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ പുരുഷന്മാർ തകർന്ന് തരിപ്പണമാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ ഇതിന് വരുത്തണം എന്ന് നീതിപീഠത്തോട് ഞാൻ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ പല കുടുംബങ്ങളിലും ആത്മഹത്യകൾ നടക്കും, പലതും നടക്കും. അതിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. ഇത്ര ദൈർഘ്യമാകുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇതിൽ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. താങ്ക് യു.